നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടില്ല, ഈസ്റ്റ് ചേർത്തിട്ടില്ല, ഉഴുന്നിട്ടിട്ടില്ല. നമ്മൾ അപ്പോഴും അരി അരച്ചുണ്ടാക്കിയ ഒരു അപ്പമാണ് കേട്ടോ. അതിൻ്റെ സോഫ്റ്റായിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് നിങ്ങൾ ഇങ്ങനെ അരിയില്ല, കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒന്ന് അപ്പം പരീക്ഷിച്ച് നോക്കണം. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം. അപ്പം ഇതെങ്ങനെ ചെയ്യണം നമ്മൾ അറിയുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈസി ടേസ്റ്റി ക്യൂസിനിൽ റേച്ചുവിൻ്റെ കൂടെ നമ്മൾ കിച്ചണിലേക്ക് വരണം. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു സിസ്റ്റർ, സാലി സിസ്റ്റർ. അപ്പോൾ ഒരു ദിവസം നൈറ്റ് കഴിഞ്ഞപ്പോഴത്തേനും, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം സിസ്റ്റർ ജി ഇനിയിപ്പം മോർണിംഗ് ചെന്ന് കുഞ്ഞുങ്ങളെ വിടണമല്ലോ സ്കൂളിലൊക്കെ. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി എന്ത് ചെയ്യുക എന്ന് ഞാനിങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് സിസ്റ്റർ ജി പെട്ടെന്ന് ഇത് പറഞ്ഞത്. സാലി സിസ്റ്റർ ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നെങ്കിൽ ഒരു ബിഗ് ഹായ്. അപ്പം നമ്മളുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. 2 കപ്പ് അരി ഞാൻ എടുക്കുന്നുണ്ട്. പച്ചരിയാണ്. നമ്മൾ വെള്ളത്തിൽ കുതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ നമ്മളൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം കേട്ടോ. നമ്മൾ നല്ലപോലെ കഴുകി വന്ന അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3/4 കപ്പ് തേങ്ങ കേട്ടോ, ചിരകിയ തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 തൊട്ട് 1 കപ്പ് വരെ ഉള്ള ചോറ് ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. ആ ചോറിൻ്റെ ചിലപ്പോൾ അരിക്ക് പശപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് അളവ് കുറയ്ക്കണം. ഇതിപ്പോൾ ചെമ്പാവരി ആയതുകൊണ്ട് ഞാനൊരു 1 കപ്പോളം ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് പൊട്ടിച്ചുകൊണ്ട് തേങ്ങാ വെള്ളം കിട്ടും. നിങ്ങൾക്ക് നേരത്തെ ഉള്ള തേങ്ങയാണെങ്കിൽ തേങ്ങാ വെള്ളം ഓപ്ഷണൽ മാത്രമാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമ്മൾ അരി എടുത്ത പാത്രത്തിൽ തന്നെ ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അരച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് തരി, ഒത്തിരി തരിയല്ല, കുറച്ച് നമ്മൾ അപ്പത്തിനൊക്കെ കുറച്ച് തരി എടുക്കില്ലേ, അതുപോലെ എടുത്ത് നന്നായിട്ടിരിക്കും കേട്ടോ. കാണാമല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് പകരാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. നമ്മൾ കല്ലപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ കുറച്ച് നേരം അടഞ്ഞിരുന്ന് വേഗട്ടെ. അങ്ങനെ ഒരു ഭാഗം നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നീർദോശ എന്നാണ് തോന്നുന്നു കേട്ടോ ഇതിന് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് പേരറിയില്ല. എന്തുവല്ല നമ്മുടെ ഇൻസ്റ്റന്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2ാമത്തെ ദോശ ആയിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണ തടവോ എണ്ണ ഒക്കെ ഒന്നും വേണ്ട കേട്ടോ. ഇതൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് 2 എൻ്റെ പഴയ കല്ലിലും കൂടെ വെച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കല്ല് ഇതാ കേട്ടോ. നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ അടുക്കളയിൽ, നമുക്ക് ഇഷ്ടമുള്ള എത്ര കളയാൻ പറ്റാത്ത ഒരു സാധനം അതിതാണ് ദോശക്കല്ല്. എൻ്റെ പഴയ ദോശക്കല്ലിൽ നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലല്ലോ, അപ്പം അതിൽ കുറച്ച് എണ്ണ തടവേണ്ടി വരും കേട്ടോ. നോൺ സ്റ്റിക്കൊക്കെയാണ് നമുക്ക് എണ്ണ ഒഴിക്കേണ്ട. ഇത് നിങ്ങൾക്ക് പരത്തി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ശരിക്കും കണ്ടോ നമ്മുടെ അപ്പത്തിൻ്റെ, നമ്മൾ പുളിച്ച മാവ് വെച്ച് അപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ആ കുമ്പളകളൊക്കെ ഇങ്ങനെ വന്ന് വരുന്നുണ്ടോ. നമ്മൾ അരി വെള്ളത്തിലിട്ടില്ല, ഒന്നും കുതിർത്തില്ല, ഒന്നും ചെയ്തില്ല, നമുക്ക് സൂപ്പർ അപ്പം കിട്ടി. നമ്മുടെ സോഫ്റ്റ് അപ്പം ചൂട് മാറിയിട്ടില്ല, എൻ്റെ അമ്മേൻ്റെ കൈ പൊടുന്നു. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ. സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. ആ പഞ്ചസാരയുടെ ചെറിയൊരു മധുരവും, നമ്മൾ ജീരകം ഇട്ടിട്ടില്ല, അതിൻ്റെ ആ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും. ചോറും നിങ്ങൾ പശ കൂടിയ ചോറാണെന്നുണ്ടെങ്കിൽ, പശപ്പ് കൂടിയ അരി ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ നിങ്ങൾക്ക് ചോറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. ഇത് ഞാൻ ചെമ്പാവരി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 2 കപ്പ് അരിക്ക് 2 കപ്പ് വെന്തരി. അപ്പം ഇത് വെള്ളയരിയില്ല,
പച്ചരി, സോറി, 2 കപ്പ് പച്ചരിക്ക് നമുക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പോളം നമുക്ക് ചെമ്പാവരിയുടെ ചോറിടാം. ഇല്ല പശപ്പ് കൂടിയതാണെങ്കിൽ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ അത് കുറച്ച് ഇട്ടാലും മതി. 1/4 കപ്പോളം ഇടാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളത് താഴെ നമ്മുടെ ഇതിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത നമ്മുടെ വ്യത്യസ്തമായ റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.